ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. കാരണം ആൾക്കാരുടെ മെൻറ്റാലിറ്റി കാണുമ്പോൾ എനിക്ക് ഇങ്ങനൊരു വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഷിഞ്ചിത എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിക്ക് 9,000 ഫോളോവേഴ്സാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർക്ക് 1 ലാക്ക് പുറത്ത് ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പോൾ അക്കൗണ്ട് പൂട്ടിപ്പോയി. എന്നാൽ ഈ ഫോളോ ചെയ്യാൻ കാണിച്ച ആൾക്കാരുടെ മെൻറ്റാലിറ്റി എന്താണല്ലേ. ഒരാൾ മരിച്ചിട്ട് പോലും അയാളുടെ ഫോട്ടോ ബ്ലർ ചെയ്യാതെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ മാത്രമാണ് ബ്ലർ ചെയ്ത് വെച്ചത്. ഇവിടെ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ? കാരണം ഇവിടെ നേരെ മറിച്ചൊരു പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആൾക്കാർ പ്രതികരിക്കുന്ന രീതി വേറെ ആയിരിക്കും. ഒരു 5-6 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. നാളെ എനിക്കിങ്ങനൊരു സംഭവം വന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പോലും ആൾക്കാർ വിചാരിക്കും റീച്ചിന് വേണ്ടിയിട്ട് പറഞ്ഞതാണല്ലോ എന്ന്. പക്ഷേ ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിയിക്കേണ്ടത് കണ്ടക്ടറിനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ പോലീസിൽ അറിയിക്കുക. അല്ലാണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അത് ഒരു വലിയൊരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരാൾക്കാരെ സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ട് കൊടുക്കുന്നതിന് പകരം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ചെയ്ത് കൊല്ലുന്നതിന് തുല്യമല്ലേ? കാരണം നമുക്കിവിടെ ജുഡീഷ്യറി ഉണ്ട്, നിയമങ്ങളുണ്ട്, അത് ഫോളോ ചെയ്ത് പോവുക. അല്ലാതെ നിങ്ങൾക്ക് ഈ ശിക്ഷയും വിധിയും തീരുമാനിക്കാൻ ആണെങ്കിൽ ഇവിടെ എന്തിനാണ് കോടതി? പിന്നെ കോടതിയുടെ പോലീസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ആ വീഡിയോ കാണുന്ന കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും, അതായത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇവർ തന്നെ അങ്ങോട്ട് പോയി ഇടിച്ച് കയറിയിട്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്തതാണെന്ന്. അപ്പോൾ ആ മനുഷ്യനെ കൊല വിളിച്ച് കഴിഞ്ഞ് ഇന്നൊരു സംഭവം ഉണ്ടായി സമയത്ത് തന്നെ അപ്പം തന്നെ അത് ഷൗട്ട് ചെയ്ത് അപ്പം തന്നെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇവിടെ ആർക്കും ഒരു കുഴപ്പവും വരത്തില്ലായിരുന്നു. പ്യുവറായിട്ട് ഇൻറ്റൻഷ്യലി വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, അവരുടെ അക്കൗണ്ട് റീച്ച് ആവാൻ വേണ്ടി മാത്രം ചെയ്തൊരു സംഭവമാണ്. ഇനിയെങ്കിലും ഇങ്ങനെ ആരും തന്നെ ചെയ്യാതിരിക്കുക. എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പോലീസിലോ അല്ലെങ്കിൽ അവിടുത്തെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് കാര്യം പറഞ്ഞ് ആ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെ നാട്ടുകാരുടെ ഇടയിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൊതുസമൂഹത്തിലോട്ട് ഇട്ട് കൊടുക്കുക, സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുക ചെയ്യാതിരിക്കുക. കാരണം നമ്മളാരുമല്ല ഒരാളെ ശിക്ഷ വിധിക്കേണ്ടതും വിധി പറയേണ്ടതും നമ്മളാരുമല്ല. അതിന് ജുഡീഷ്യറി ഉണ്ട്, ഇവിടുത്തെ നിയമമുണ്ട്, പോലീസ്. അവളെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പോൾ ജനങ്ങളുടെ വിധി നീ കണ്ടല്ലോ ഷിഞ്ചിത, നിനക്കിപ്പോൾ എല്ലാം സമാധാനമായില്ല. നിന്റെ അക്കൗണ്ട് പൂട്ടിപ്പോയി നീ വീട്ടിലിരിക്കേണ്ട